ദേശത്തിന്റെ കഥ. എന്നും പച്ചപിടിച്ചു നിൽക്കുന്ന ഒരു ദേശം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിലയിടങ്ങളിൽ നാം അറിയാതെ രൂപപ്പെടുന്ന ചില അദൃശ്യമായ ബന്ധങ്ങളുണ്ട്. അതായത് ചില ദേശങ്ങളുണ്ട്. വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ, ഔപചാരികതകളുടെ സമ്മർദ്ദമില്ലാതെ, ആശ്വാസത്തിന്റെ തലോടലും കളികളും ചിരികളും നിറഞ്ഞ മനോഹരമായ ഈ ദേശത്തിന്റെ പേരാണ് സൗഹൃദം അല്ലെങ്കിൽ ഇന്റിമേറ്റ്സ്. അവിടെ നാം നമ്മെ പോലെ ചിന്തിക്കുന്നവരെ കണ്ടുപിടിക്കും. അവരുടെ ചിന്തകളിലും സ്വഭാവത്തിലും അതിശയിപ്പിക്കുന്ന സമാനതകളുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ദേശത്തെത്തുന്നവർ നാട്യങ്ങളില്ലാതെ, കൃത്രിമങ്ങളില്ലാതെ പച്ചയായ മനുഷ്യരായി മാറും. ഇവിടെ എത്തുന്നവർ എല്ലാം വ്യത്യസ്തരാണ്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ മതങ്ങൾ. പക്ഷേ സൗഹൃദത്തിന്റെ ദേശത്ത് സംസ്കാരത്തിന് ഒരേ വർണ്ണമാണ്. ആധുനിക ജീവിതത്തിന്റെ തിരക്കുകളിൽ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ആഘോഷങ്ങളെ കുറെ കൂടി വിശാലമായ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് സൗഹൃദത്തിന്റെ ദേശത്ത് മാത്രം സംഭവിക്കുന്ന ഒരു നന്മയാണ്. സൗഹൃദത്തിന്റെ ലോകത്ത് യാത്രകളാണ് ഉത്സവങ്ങൾ. പ്രകൃതിയെ അറിയണമെങ്കിൽ യാത്ര ചെയ്യണം. യാത്രകൾ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ബുദ്ധിയെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഉള്ളിൽ നന്മയുടെ കണങ്ങളുള്ള സമാന ചിന്താഗതിക്കാരായവരെ നിങ്ങളും കണ്ടെത്തണം. ഉള്ളു തുറന്ന് സംസാരിക്കണം, പരസ്പരം ആശ്വസിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. പൊതുയിടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ദേശങ്ങൾ വളരെ ഗുണം ചെയ്യും. വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അവിടെയും ഒരു ദേശം സൃഷ്ടിക്കപ്പെടും. സൗഹൃദമെന്ന വിശാലവും സുന്ദരവുമായ ഒരു ദേശം.